മോദി സർക്കാർ പ്രഖ്യാപിച്ച ലേബർ കോഡിനെതിരെ പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ്. പുതിയ തൊഴിൽ ചട്ടങ്ങൾ വലിയ രീതിയിൽ ബാധിക്കുന്നത് ബാങ്കിംഗ് മേഖലയെയാണ്. നിയമന പ്രതിസന്ധി അടക്കം നിരവധി പ്രതിസന്ധികളാണ് ബാങ്കിംഗ് സെക്ടറിലെ തൊഴിലാളികൾ അഭിമുഖീകരിക്കേണ്ടി വരിക. നമുക്കറിയാം, താൽക്കാലിക ജീവനക്കാരുണ്ട്, സ്ഥിരം ജീവനക്കാരുണ്ട്. താൽക്കാലിക ജീവനക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് ജോലി പോവുക എന്നുള്ളൊരു ആശങ്കയിലാണ് അവരുള്ളത്. കാരണം യാതൊരു വിധത്തിലുമുള്ള മുന്നറിയിപ്പൊന്നും നൽകേണ്ട ഒരു കാര്യവുമില്ല. ഇങ്ങനെ വരികയാണെങ്കിൽ തൊഴിലുടമകൾക്ക് എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാനുള്ള അധികാരമുണ്ടാകുന്നു എന്നുള്ളതാണ്. മറ്റൊരു ഭാഗത്ത് നോക്കുമ്പോൾ ഈ പറയുന്നത് പോലെ സ്ഥിര നിയമനക്കാരാണെങ്കിൽ പോലും അവരുടെയും ജോലിക്കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമാണ്. ഈ ആനുകൂല്യങ്ങളൊക്കെ വെട്ടിക്കുറയ്ക്കപ്പെടും എന്നുള്ള ഒരു കാര്യം കൂടി വരികയാണ്. നോക്കാം റിപ്പോർട്ട്. തൊഴിലവകാശം എന്നാൽ ജീവിതാവകാശമാണ്. അവകാശത്തിൽ കത്തിവയ്ക്കുന്നതാണ് പുതിയ ലേബർ കോഡ്. സമൂഹത്തിന്റെ പല തലങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തൊഴിൽ കോഡ് ഏറ്റവും അധികം പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ബാങ്കിംഗ് മേഖലയെയാണ്. ബാങ്ക് ഓഫീസേഴ്സിനോടും ജീവനക്കാരോടും ഞാൻ പറയേണ്ട കാര്യമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ കോൺട്രാക്ച്വൽ ജോലിയുടെ പ്രത്യേകത ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ബാങ്കിംഗ് സെക്ടറാണ്. ജോലി സുരക്ഷിതത്വം, സെക്യൂരിറ്റി ഓഫ് ദി എംപ്ലോയ്മെന്റ്, അതാണ് യഥാർത്ഥത്തിൽ അപകടത്തിലാകാൻ പോകുന്നത്. പുതിയ ചട്ടത്തിലൂടെ വിദേശ മൂലധനത്തെ രാജ്യത്തേക്ക് ഏത് വിധേനയും സുഗമമായി എത്തിക്കാനുള്ള ശ്രമമാണ് മോദി സർക്കാർ നടപ്പിലാക്കുന്നത്. നിലവിൽ ഏറ്റവും അധികം കരാർ ജോലിക്കാരും താൽക്കാലിക ജീവനക്കാരും ജോലി ചെയ്യുന്ന മേഖലയാണ് ബാങ്കിംഗ് മേഖല. ബാങ്കിംഗ് മേഖലയിൽ 8 ലക്ഷം സ്ഥിര നിയമനക്കാരും 15 ലക്ഷത്തിലധികം താൽക്കാലിക നിയമനക്കാരും കൂടാതെ അനൌദ്യോഗിക തൊഴിലാളികളുമുണ്ട്. പുതിയ ചട്ടം പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് 15 ലക്ഷത്തിലധികം വരുന്ന താൽക്കാലിക ജോലിക്കാരെയാണ്. പുതിയ ലേബർ കോഡിലൂടെ ഈ തൊഴിലാളികളെ യാതൊരു കാരണം കൂടാതെ തൊഴിലുടമകൾക്ക് പുറത്താക്കാൻ സാധിക്കും. മാത്രമല്ല, സ്ഥിര ജീവനക്കാരുടെ തൊഴിലിന്റെ സുരക്ഷിതത്വത്തിലും ആശങ്കകൾ ഏറെയാണ്. ജോലി സ്ഥിരത, സമയക്ലിപ്തത, വേതനം തുടങ്ങിയ കാര്യങ്ങളിലും മുന്നറിയിപ്പ് കൂടാതെ ഇടപെടലുകൾ ഉണ്ടാകും. ബാങ്കിംഗ് മേഖല ഒരു സേവന മേഖലയാണ്. അതുകൊണ്ട് തന്നെ പൊതുജനത്തിന് നിസ്വാർത്ഥമായ സേവനം നൽകുക എന്നതാണ് ഈ മേഖലയുടെ പ്രഥമ ലക്ഷ്യം. എന്നാൽ പുതിയ ലേബർ കോഡ് വരുന്നതോടെ നിസ്വാർത്ഥമായ സേവനം നൽകുന്നതിൽ തടയിടും. ബാങ്കിംഗ് മേഖലയിലെ ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും കുറയ്ക്കുന്നതിനും അതുപോലെ സുരക്ഷിതത്വവും സ്വകാര്യതയും ഹനിക്കുന്നതിനും പുതിയ ലേബർ കോഡ് പ്രധാന കാരണമാകും. പുറം കരാർ ഏജൻസികളിലൂടെ തൊഴിലിനം റദ്ദ് ചെയ്യാൻ സാധിക്കും. അതായത് ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസുകളിലും കരാർ ഏജൻസികൾ പിടിമുറുക്കും. മോദി സർക്കാരിന് കീഴിൽ 28 പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിച്ച് 12 ബാങ്കുകളാക്കി ചുരുക്കിയിരുന്നു. അതിനും പിന്നാലെ 3 പൊതുമേഖലാ ബാങ്കുകൾ മാത്രമാക്കി ചുരുക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അതിനിടെയാണ് തിടുക്കപ്പെട്ട ലേബർ കോഡിന്റെ പ്രഖ്യാപനവും. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.